Now let us move on to next lesson. This is a very good poem, Sunrise on the Hills. James Shirley എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടി റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ തരുന്ന കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയം. ഓക്കെ, so let us directly go to the summary of the poem, appreciation അല്ലെങ്കിൽ the content of the poem. James Shirley's Death the Leveler. See, first let us discuss about the title, Death the Leveler. Death is making everything equal, right? Everyone equal, everybody, every situation, എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്ന ഒരു ഈക്വലൈസർ ആണ്, ഒരു ലെവലർ ആണ് ശരിക്കും മരണം എന്ന് പറയുന്നത്, അല്ല ഒരു തിരിച്ചറിവ് തരുന്ന ഒരു സാധനം. ഓക്കെ, അതാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ടൈറ്റിൽ. ആ ടൈറ്റിൽ നിന്ന് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു റീഡർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും എന്താണ് പോയത്തിലുള്ളതെന്ന്. ഓക്കെ, it's a hauntingly philosophical poem about the death that tramples down human pride and pomp. നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു അഹങ്കാരം, കുറച്ച് അറഗൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാശി, പക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി അതൊക്കെ ഒന്ന് പിടിച്ച് താഴ്ത്തുന്ന ഒരു, അതാണ് പറയുന്നത് ശരിക്കും ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഹോണ്ട് ചെയ്യും നമ്മളെ, വായനക്കാരനെ കുറച്ചുകൂടി ഉള്ളിലേക്കൊന്ന് നോക്കിപ്പിക്കും സ്വയം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, എല്ലാവിധ മനുഷ്യൻ്റെ എല്ലാവിധ അധികാരങ്ങളും അല്ലെങ്കിൽ പവർ ആണെങ്കിലും എന്തായിക്കോട്ടെ, ആഡംബരമായിക്കോട്ടെ, എല്ലാ പദവികൾ, ആഡംബരങ്ങൾ, പണം എല്ലാം it comes to an end, right? It comes to അല്ലെങ്കിൽ it will get down, right? അതാണ്. It presents a vividly personified picture of death. ഡെത്തിനെ ഒരു ശരിക്കും ഇവിടെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷൻസിൽ. നമുക്ക് നോക്കാം. You know personification, right? I will explain that thing again. As the ultimate conqueror who is showing to equality to all alike. എല്ലാവരെയും ആരായിക്കോട്ടെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാനേ ശരിക്കും ഡെത്തിന് അറിയുള്ളൂ, അല്ലേ? മാറ്റ വ്യത്യാസം, പക്ഷപാതം ഒന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ ഡെത്ത് എന്ന് പറയുന്നത്. The poet says that the glories of our blood and state are shadows, not substantial things. ഇതൊക്കെ നമ്മുടെ ചെവികളായിക്കോട്ടെ, നമ്മുടെ എല്ലാം, അതൊക്കെ ശരിക്കും അല്ലെങ്കിൽ വെറുതെ ഒരു നിഴല് മാത്രമാണത്, അല്ലാതെ അതൊന്നും എപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. It also adds that there is no armor against fate. വിധിയെ തടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധം നമ്മുടെ കയ്യിലില്ല, അല്ലേ? Death lays its icy hands on all alike. ശരിക്കും മരവിച്ച കൈകൾ എന്നൊക്കെ പറയില്ല, തണുത്തിരിക്കുക എന്നൊക്കെ പറയും നമ്മൾ മരിച്ചവരുടെ കേസിലൊക്കെ, അല്ലേ? അതെല്ലാവരെയും ഒരുപോലെയാണ് അത് ട്രീറ്റ് ചെയ്യണത്, അല്ലാതെ പണമുള്ള ഒരാൾക്ക്, രാജാവിന്, പണമില്ലാത്തവന്, ദരിദ്രന്, അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല ശരിക്കും, റൈറ്റ്? For death there is no partiality. The ultimate leveler comes and lays his icy hands on kings and clowns alike. The scepter and the crown, കിരീടവും ചെങ്കോലും ഒക്കെ, of the king fall down and lie equal in the dust with the poor peasant's scythe and spade. അരിവാളും ഒരു കർഷകന്റെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ അരിവാൾ അല്ലെങ്കിൽ അത്തരം ആയുധങ്ങൾ എവിടെ കിടക്കുന്നു അതുപോലെ തന്നെയായിരിക്കും കിരീടവും ചെങ്കോലും ഒക്കെ കിടക്കാൻ പോകുന്നത്, അല്ലേ? അവിടെ ശരിക്കും ഒരു കമ്പാരിസൺ ആണല്ലേ, ഒരു രാജാവും അല്ലെങ്കിൽ ഒരു റിച്ച് ആൻഡ് പുവർ, ഒരു കമ്പാരിസൺ ആണ് ശരിക്കും അവിടെ പോയിട്ട് ചെയ്തിരിക്കുന്നത്. Then comes, see, strength and courage too shall pass. അവിടെ അങ്ങനെ ഒരു കമ്പാരിസൺ കൂടി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ worldly victory and success too are futile before death. Some men reap and heap enemy heads in the battlefield and win laurels to adorn their heads. They also should surrender in front of death, right? But ignorant people kill each other like thoughtless beasts. See, അവിടെ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ വധിക്കുമല്ലേ, കൊല്ലും. അതേ ഒരു അവസ്ഥ ഈ കൊല്ലുന്നവനും ഉണ്ട്. അതൊന്നും അറിയാതെയാണ് ശരിക്കും ഇത്തരം യുദ്ധങ്ങളും പരസ്പരം പകപോക്കലും അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഏർലി ഓർ ലേറ്റ് ദേ ഓൾസോ ഷാൾ സ്റ്റൂപ്പ് ടു ഫേറ്റ്. ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ നേരത്തെ ആവാം അല്ലെങ്കിൽ കുറച്ച് വൈകിയാവാം, എന്താണെങ്കിലും മരണം ഉണ്ടാവും. They also shall give up their murmuring breath and creep to death. Strength and courage too shall pass. We all die helpless and weak. The garlands on our heads wither and lose their charm, and the victories they once proclaimed are forgotten. We too lose our charm, and like pale captives we creep to death with a feeble murmur. In death's altar, victor and victim are equal. The winners also will be sent to their cold tombs. In the end, we must return to the dust from which we all came. But the good deeds of the just will blossom from the dust and smell sweet forever. This is very important point. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ പിന്നീട് നിലനിൽക്കാൻ പോകുന്നത് നമ്മുടെ നല്ല ചെയ്വുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് ഡീഡ്സ് മാത്രമായിരിക്കും. നമ്മൾ നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സുഗന്ധം വരുത്തുന്നതല്ല. അത് വേറെ ഒന്നും നമ്മുടെ നിലനിൽക്കില്ല. നമ്മുടെ പദവിയോ ആഡംബരങ്ങളോ പണമോ ഒന്നും തന്നെ ആയിരിക്കില്ല. പിന്നെ ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ, അത് ആർക്കാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്
അവരോർക്കും, ലോകം നമ്മളെ ഓർക്കും, അത്രയേ ഉള്ളൂ. See, then comes only this fragrance will last forever. ഈ നല്ല കാര്യങ്ങളുടെ, നല്ല പ്രവൃത്തികളുടെ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക. Here Shirley appeals to the author to think about the human actions. The central idea Shirley tries to convey is the vanity and impermanence of human life. It also tries to prove that death shows no distinction between the high and the low, rich and poor, strong and weak. Everybody, whether you are rich or poor, whether you are living in a high standard or lower standard, whether you are strong or weak, that doesn't matter. Death has no distinction, no partiality. The poem also reminds us that only the good deeds, see, very important point. The poem also reminds us that only the good deeds, നല്ല പ്രവൃത്തികൾ, done in our life, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ, will remain with us forever. It will crown us even after death. അതായിരിക്കും പിന്നീട് ശരിക്കും നമ്മളെക്കുറിച്ച് ആൾക്കാർ ഓർക്കാൻ പോകുന്നതല്ല, നമ്മൾ കീഴടക്കിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ചെയ്ത നല്ല പ്രവൃത്തികളായിരിക്കും. See how beautiful the poem is. എന്തായിരിക്കും? As usual, the exam question is appreciation. Appreciation I already explained in case of the poem If. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയം ആയിരുന്നു. അപ്രിസിയേഷൻ നോട്ട്സും the way how you are supposed to present, go and check that video. എന്നാലും ഞാൻ just I am giving you a summary, make a good introduction while you are writing appreciation, then a brief summary about the poem. Poetic devices, see, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Personification. What is personification? See, personification is a figure of speech in which human qualities are attributed to inanimate objects. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഇഫിലും ഉണ്ട് ഇതൊക്കെ തന്നെ. ജീവനില്ലാത്തൊരു വസ്തുവിനെ മനുഷ്യൻ്റെ ഗുണങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്, കവി കൊടുക്കുകയാണ്, അങ്ങനെ അതിന് ജീവൻ വയ്ക്കുകയാണ്. ദാറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. സി ഇവിടെ, ഓ വൈൽഡ് വെസ്റ്റ് വിൻഡ്, കാറ്റിന് ജീവനില്ല, പക്ഷെ കാറ്റിന് ജീവനുള്ള ഒരാളെ പോലെയാണ് ശരിക്കും പോയിട്ട് ഇവിടെ കരുതുന്നത്. ദാറ്റ് ഇസ് എ പേഴ്സോണിഫിക്കേഷൻ. വാട്ട് ഈസ് മെറ്റഫർ? മെറ്റഫർ സിമിലി സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. മൈ ലവ് ഇസ് റെഡ്, എൻ്റെ പ്രണയം ചുവപ്പാണ്. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ്, എൻ്റെ പ്രണയം ചുവപ്പ് പോലെയാണ്, റെഡ് റോസ് പോലെയാണെന്നൊക്കെ പറയും. സി ലൈക്ക് വരുമ്പോൾ ദെൻ ഇറ്റ് ഇസ് ദാറ്റ് എക്സ്പ്രഷൻ ഇസ് കോൾഡ് സിമിലി, ദ ഓൾഡർ എക്സ്പ്രഷൻ. ഇത് അതാണെന്ന് ഞാൻ പറയുന്നതാണ് മെറ്റഫർ. Okay, metaphor definition comes like this: a word or expression used to describe somebody, something in a way that is different from its normal use. One is identified with other. ഇത് അതാണ് എന്ന് ഞാൻ പറയുവാണ്. My love is a red rose. My love is like a red rose. Different, right? Like വരുമ്പോൾ it comes like a simile. First expression, my love is red rose എന്ന് പറയുന്നത്, it's a metaphor. What is metonymy? Metonymy, another very good figures of speech ആണ്. നോക്കാം എന്താണെന്ന്. Poetic device ആണ്. When one thing is mentioned instead of another with which it has become closely associated. See, ഒരു കാര്യത്തിനെ കുറിച്ച് കവിക്ക് പറയണം, അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് എടുത്ത് പറയുവാണ്, നേരിട്ട് പറയുന്നില്ല. സി ഇൻ ദിസ് കേസ് ഐ ഓൾറെഡി ടോൾഡ് യു, കിങ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഈ സമ്മറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ പോയറ്റ് ഹാസ് നോട്ട് യൂസ് ദ വേർഡ് കിങ് ഇൻ ദ പോയം. ഇൻസ്റ്റെഡ് ഷീ യൂസ് ദ വേർഡ് ക്രൗൺ. സോ ക്രൗൺ റെപ്രസെന്റഡ് കിങ്, റൈറ്റ്? ആ കിരീടവും ചെങ്കോലും ഡയറക്ട്ലി കിങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ കിങ്ങിനെ കാണിക്കാൻ വേണ്ടി ഷീ യൂസ്ഡ് ദ വേർഡ് ക്രൗൺ വിച്ച് ഇസ് വെരി ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ദ കിങ്, റൈറ്റ്? ദിസ് ഇസ് കോൾഡ് മെറ്റോണമി. ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ അതുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു വേർഡ് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ അരിവാളൊക്കെ എടുത്തിരിക്കുന്നത് വളരെ പെസൻ്റ് ആയിട്ടുള്ള ഒരു കർഷകനെ, ഒരു ഫാർമറിനെ, കുടിയാനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അത്തരം എക്സ്പ്രഷനാണ്, അത്തരം യൂസേജാണ് ശരിക്കും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ മെറ്റോണമി. മെറ്റോണമി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. മെറ്റോണമി ഉദ്ദേശിക്കുന്നത് അതാണ്. വാട്ട് ഈസ് ഓക്സിമോറോൺ? സി ഓർഡിനറി യൂസേജിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങൾ, അതിനെ നമ്മൾ ഒന്നാക്കുവാണ്. സി പ്ലീസിങ് പെയിൻസ്. ഹൗ ക്യാൻ എ പെയിൻ ക്യാൻ ബി പ്ലീസ്ഡ്? വേദന ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലീസ് ചെയ്യാൻ പറ്റില്ല, സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അല്ലെ ആനന്ദിപ്പിക്കാൻ പറ്റില്ല. പ്ലീസിങ് പെയിൻസ്, വേദനയും സന്തോഷവും ഒരുമിപ്പിച്ചിരിക്കുകയാണ്. ലവിങ് ഹേറ്റ്, ഹൗ ക്യാൻ ഹേറ്റ് ക്യാൻ ബി ലവ്ഡ്, റൈറ്റ്? സി വെറുപ്പും പ്രണയവും ഒരിക്കലും ഒന്നാക്കാൻ പറ്റില്ല. അത്തരം രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന, രണ്ട് പോൾസിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നാക്കിയിരിക്കുകയാണ്. സോ ദിസ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ഇസ് കോൾഡ് ഓക്സിമോറോൺ. ഐ ബേൺ ആൻഡ് ഫ്രീസ്. കത്തിയാൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ മരവിക്കുക, ഫ്രീസ് ആവുക, അല്ലേ? ഉരുകയല്ലേ ചെയ്യുള്ളൂ, വെന്തുരുകയല്ലേ ചെയ്യുള്ളൂ. നോ, സി ബേൺ ആൻഡ് ഫ്രീസ്, അത് രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ ഒരു കാര്യം പറയാൻ ആണ് കവി ഉദ്ദേശിക്കുന്നത്. സി സിംപ്ലി ദ മീനിങ് ഇസ് ദ സെയിം, ബട്ട് ദ വേ ഹൗ ഷീ യൂസ്ഡ് ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ്, or portrayed the context is different. Such kind of figures the poet used is called, such kind of devices are called oxymoron. See, about metonymy, simile, metaphor, personification, symbol already ഞാൻ പഠിപ്പിച്ചിരുന്നു, oxymoron, rhyme schemes, right?
ഇത്രയൊക്കെ ശരിക്കും പോയറ്റിക് ഡിവൈസ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പോയമിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ പറ്റും. സി ആസ് യു ആൾ നോ, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാത്തൊരു പോയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ലാസ്റ്റ് ഒരു അപ്രിസിയേഷൻ എന്ന് ചോദിക്കാറുണ്ട്. അവിടെയും പോയറ്റിക് ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. റൈം വന്നിട്ടുണ്ടോ എന്നൊക്കെ വളരെ ബ്ലൈൻഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. അതിന് വലിയൊരു ബേസോ സ്ട്രെങ്തോ ഫൗണ്ടേഷൻ ഒന്നും വേണമെന്നില്ല. റൈമൊക്കെ പെട്ടെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റും. വളരെ ചെറുപ്പം മുതൽ നോക്കുന്ന കാര്യങ്ങൾ. റൈമിംഗ് സ്കീംസ് ഒക്കെ നോക്കാൻ പറ്റും. ഇതുപോലത്തെ യൂസേജസ് 1-2 കിട്ടിയാൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് 3 to 4 മാർക്സ്. അത്തരം വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ശരിക്കും പോയറ്റിക് ഡിവൈസസ് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ പോയം, ദെൻ യുവർ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് എന്താണെന്ന് വെച്ചാൽ അത്. അങ്ങനെയാണ് ശരിക്കും നിങ്ങളൊരു അപ്രിസിയേഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടത്. സി അപ്പോൾ ഇൻട്രൊഡക്ഷൻ, ബ്രീഫ് സമ്മറി, poetic devices, then comes the message, if any, that poem is giving you. Then your personal opinion, comments about the poem, about the poet, about the incidents. If you have any particular incident to quote, you can do that. It's very, very welcoming. So, this is the way how you are supposed to present an appreciation. Settle? So, ഇങ്ങനെയാണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഡിസൈൻ ചെയ്തത്.